ഇന്നത്തെ വീഡിയോയിൽ ഗുലാബ് ജാമുൻ എങ്ങനെ നമ്മുടെ വീടുകളിൽ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാം എന്ന് നമുക്ക് കാണാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ട്രഡീഷണൽ ക്ലാസിക് സ്റ്റൈലുള്ള ഗുലാബ് ജാമുനാണ്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെന്ന ഉണ്ടാക്കിയെടുക്കണം. ചെന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ പാല് പിരിച്ചെടുക്കണം. ഈ സോസ് പാനിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിക്കാം. അപ്പോൾ ചെന ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മൾ പാല് പിരിച്ചെടുക്കുക. തിളയ്ക്കുന്ന പാലിലേക്ക് നമ്മൾ കുറച്ച് നാരങ്ങ നീരോ വിനീഗറോ അല്ലെങ്കിൽ തൈരോ ചേർത്തത് പിരിച്ചെടുക്കും. ആ ഫ്രഷായിട്ടുള്ള ചെന വേണം നമുക്ക് ഉപയോഗിക്കാനായിട്ട്. അപ്പം ഞാനിന്ന് നാരങ്ങ നീരാണ് ഉപയോഗിക്കുന്നത്. ഒരു നാരങ്ങയുടെ നീര്. അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർക്കാം. ഇച്ചിരി ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം ചേർക്കാം. ഇപ്പോൾ പാല് ഇവിടെ ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. ഗുലാബ് ജാമുൻ ഉണ്ടാക്കുമ്പോൾ മെയിൻ ഒരു സാധനമാണ് ഷുഗർ സിറപ്പ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 2 കപ്പ് പഞ്ചസാരയാണ്. ഒത്തിരി സിറപ്പ് വേണ്ടവർക്കൊക്കെ 3 കപ്പ് വരെയൊക്കെ ഉപയോഗിക്കാം. ഞാൻ 2 കപ്പ് പഞ്ചസാര, 1/2 കിലോ പഞ്ചസാര. അതിലേക്ക് വെള്ളം 1.25 കപ്പ് വെള്ളം ചേർക്കാം. ഇതിലേക്ക് ഒരു 3 ഏലക്ക ലൈറ്റായിട്ട് ക്രഷ് ചെയ്തിട്ടിടാം. കുറച്ച് നേരം അങ്ങനെ വെക്കാം. അതിന് ശേഷം നമുക്കത് ബോയിൽ ചെയ്യാനായിട്ട് വെക്കാം. കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്ക് ഷുഗറും ഡിസോൾവ് ആവും. അതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ പാല് തിളയ്ക്കാറായി. പാല് നമ്മൾ പാനിൽ വെക്കുക. എപ്പോഴും സൈഡിലുള്ള ക്രീമെല്ലാം സ്ക്രേപ്പ് ചെയ്ത് ഇതിനകത്തേക്ക് തന്നെ ഇടുക. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഫുൾ ഫാറ്റ് മിൽക്കാണ്. പാല് തിളച്ച് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സ് അങ്ങനെ വെക്കുക. അതിന് ശേഷം വേണം നമുക്ക് ഈ നാരങ്ങ നീര് ഡൈല്യൂട്ട് ചെയ്ത് ചേർക്കാനായിട്ട്. നമ്മളിലേക്ക് നാരങ്ങ നീര് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിക്കാം. ഒഴിക്കുമ്പോൾ എപ്പോഴും ഗ്രാജുവലി ഒഴിച്ചു കൊടുക്കുക. ഇത് സ്പ്ലിറ്റ് ആകുന്ന സമയമാകുമ്പോൾ നമുക്ക് നിർത്താം. വെള്ളം സെപ്പറേറ്റ് ചെയ്ത് വരണം. ഇത് കണ്ട സ്പ്ലിറ്റ് ആകാൻ തുടങ്ങി. കുറച്ചും കൂടെ വേണം. ആ വെള്ളത്തിൻ്റെ കളർ ഇച്ചിരി ഒന്ന് മാറണം. ഇപ്പം ആവശ്യത്തിനായിട്ടുണ്ട്. അപ്പോൾ ഫുൾ ഒഴിക്കേണ്ട വന്നില്ല. ഇനി നമുക്കിത് അരിച്ചെടുക്കണം. ഒരു മസ്ലിൻ ക്ലോത്തിലേക്ക് ഒഴിക്കാം. ഇത് ഏകദേശം നമുക്കൊരു 75 ഗ്രാമോളം ചേന കിട്ടും. പിന്നെ ഇതിനകത്തെ വെള്ളം മൊത്തം കളഞ്ഞ് വീണ്ടും ഫ്രഷ് വാട്ടറിൽ നന്നായിട്ടൊന്ന് റിൻസ് ചെയ്യുക. അതിനകത്തുള്ള നാരങ്ങയുടെ ഇതെല്ലാം മാറണം. പുളിരസം എല്ലാം പോകണം. അതിനുവേണ്ടി 2-3 പ്രാവശ്യം ഫ്രഷ് വെള്ളത്തിലിട്ട് ഒന്ന് ഡിപ്പ് ചെയ്ത് വെള്ളം കളഞ്ഞ് പിഴിഞ്ഞെടുക്കുക. പിന്നെ 2-3 പ്രാവശ്യം ഫ്രഷ് വെള്ളത്തിൽ ഇട്ട് റിൻസ് ചെയ്ത്. അപ്പോൾ ചൂടും പോയിട്ടുണ്ട്, അത്യാവശ്യം പോയി, കുറച്ചുണ്ട് ഇപ്പോഴും. എക്സസ് വെള്ളം ഒന്ന് പിഴിഞ്ഞെടുക്കുക. ഫുള്ള് ഡ്രൈ ആക്കി കെട്ടി തൂക്കി നമ്മൾ സാറിന് പനീറിന് ചെയ്യുന്ന പോലെ ചെയ്യേണ്ട ആവശ്യമില്ല. വെള്ളം പക്ഷേ മാക്സിമം കളയുക. പനീർ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഇതിൻ്റെ മേലെ നല്ല ഹെവി വെയിറ്റൊക്കെ വെച്ച് ഫുൾ വെള്ളം കളയില്ല. അത്രയും ഡ്രൈ ആവേണ്ട. അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ ചേന ഉണ്ടാക്കുക. ഇതൊന്ന് മാറ്റി വെക്കാം. അടുത്തായിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കണം. നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റോളം ഇങ്ങനെ പഞ്ചസാരയിൽ ഇട്ട് വെച്ചേക്കായിരുന്നു. ഇനി കുക്ക് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങ നീരൂടെ ചേർക്കണം. പക്ഷേ ഒരു 1/4 ടീസ്പൂണോളം നാരങ്ങ നീര്. ഇത് നമ്മൾ ചേർക്കുന്നത് പഞ്ചസാര ക്രിസ്റ്റലൈസ്ഡ് ആവാതിരിക്കാനായിട്ടാണ്. ചൂടാറി കഴിയുമ്പോൾ കട്ട കെട്ടി വരാതിരിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ബോയിൽ ചെയ്യാൻ തുടങ്ങി. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഒരു മീഡിയം ഹീറ്റിലിട്ട് ബോയിൽ ചെയ്തെടുക്കാം. 5 മിനിറ്റോളം നമ്മൾ മീഡിയം ഹീറ്റിലിട്ട് തിളപ്പിക്കുക. അത് മാറ്റി വെക്കാം. അപ്പോൾ ഇതൊരു 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആയിട്ടില്ല. ചൂടാറുമ്പോഴത്തേക്ക് തിക്കാവും.
ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പ്, 1 ടീസ്പൂൺ റോസ് വാട്ടറും കൂടെ ചേർക്കാം. അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഗുലാബ് ജാമുൻ ഉള്ളത് എല്ലാം ബൈൻഡ് ചെയ്തെടുക്കണം നന്നായിട്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ചേന ആദ്യം ഒന്ന് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മുടെ ഈ ഒരു ഭാഗം യൂസ് ചെയ്തിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്ത് സ്മൂത്ത് ആക്കുക. ഈ ഒരു സ്റ്റെപ്പാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുൻ കിട്ടുന്നത്. അപ്പോൾ കട്ടകളില്ലാണ്ട് സ്മൂത്താക്കി എടുക്കുക. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റായി കഴിയുമ്പോൾ ഒന്ന് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഖോയ എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ നമ്മൾ പാല് പറ്റിച്ച് വരുമ്പോൾ അവസാനം കിട്ടുന്ന മിൽക്ക് സോളിഡ്സ് ആണ് ഈ ഖോയ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് വേണം വീട്ടിലും ചെയ്തെടുക്കാം. ഇപ്പോൾ ലിറ്റർ പാല് പറ്റിച്ച് വരുമ്പോൾ അവസാനം കിട്ടും, വെള്ളം വറ്റി വരുമ്പോൾ ലാസ്റ്റ് കിട്ടുന്നത് മിൽക്ക് സോളിഡ്സ്. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഉടച്ചെടുക്കുക. ഇത് നല്ല ക്രംബ്ലി ആയിപ്പോൾ ഭയങ്കര കട്ടിയായിട്ടായിരിക്കുക. അതൊന്ന് സ്മൂത്താക്കി എടുക്കണം, സോഫ്റ്റാക്കി എടുക്കണം. നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് മുമ്പ് നമ്മളൊരു വീഡിയോ ഗുലാബ് ജാമുൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മിൽക്ക് പൗഡറൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ഗുലാബ് ജാമുൻ റെസിപ്പിയാണ്. ഖോയയും ഇതേപോലെ സോഫ്റ്റായി. ഇനി ഖോയയിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ചേന ചേർക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ 20 ഗ്രാമോളം ഉണ്ടാവും. നമ്മൾ ഖോയ യൂസ് ചെയ്തത് 200 ഗ്രാം ആയിരുന്നു. അതേപോലെ ചേന കിട്ടിയത് നമുക്ക് ഏകദേശം ഒരു 75 ഗ്രാം ഉണ്ടാവും. പിന്നെ ചേനയുടെ അളവ് നമ്മൾ ഓരോ പാല് വറ്റിച്ച് വരുമ്പോഴും വ്യത്യാസം ഉണ്ടാവും, ചെറിയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻസും കൂടെ നന്നായിട്ട് മിക്സ് ആവണം, കമ്പൈൻഡ് ആവണം. നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഏകദേശം ഈ ഒരു സൈസ്, ഏകദേശം ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള സൈസാക്കിയേക്കാണ്. ഏകദേശം 13 ഗ്രാംസ് ഉണ്ടാവും. അപ്പോൾ എല്ലാം ഏകദേശം അതുപോലെ ഡിവൈഡ് ചെയ്യുക സൈസിൽ. പിന്നെ കയ്യിൽ നിന്ന് ക്രാക്സ് ഇല്ലാണ്ട് നോക്കുക. ക്രാക്സ് ഉണ്ടെങ്കിൽ പൊട്ടും. നമ്മൾ ഇതേപോലെ കിട്ടുക. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാം ഏകദേശം 13-14 ഗ്രാംസിലുള്ള ബോൾസാണ്. ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഗുലാബ് ജാമുൻസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് നെയ്യോ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ജാമുൻസ് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ലോ മീഡിയം ഹീറ്റ് ആയിരിക്കണം. ഭയങ്കര ചൂടിലിടരുത്, അകത്തോട്ട് കുക്കാവാണ്ട് വരും. എണ്ണ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. കുക്കായി കഴിയുമ്പോൾ ഇത് മേലോട്ട് തന്നെ പൊങ്ങി വരും. ഞാൻ ജാമുൻസ് നമ്മൾ എണ്ണയിലേക്ക് ഇട്ടപ്പോൾ ലോ ഹീറ്റിലാണ് ഇട്ടത്. അത് കഴിഞ്ഞ് പൊങ്ങി വന്ന് കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം ഇച്ചിലൂടെ കൂട്ടുക, ഒരു മീഡിയം ഹീറ്റിലേക്ക് ഇടാം. ഇത് കുറച്ചും കൂടെ ഒന്ന് ബ്രൗൺ ആവാനായിട്ടുണ്ട്. അതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കിത് എടുക്കാം. ഷുഗർ സിറപ്പിലേക്ക് ഇടാം. അപ്പോൾ ഷുഗർ സിറപ്പ് എപ്പോഴും ചെറിയ ചൂടുണ്ടാവണം, ആ രീതിയിൽ വേണം ഇടാൻ. ഷുഗർ സിറപ്പിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് എപ്പോഴും ഷുഗർ ഒഴിച്ചു കൊടുക്കുക. എപ്പോഴും മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒഴിക്കണം. വേണം നിങ്ങൾക്കൊരു ബൗളിലേക്ക് ഒഴിക്കാം. കുഴിവുള്ളൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഇടുവാണെങ്കിൽ മുങ്ങിക്കിടക്കുന്ന പോലെ കിട്ടും. വീണ്ടും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ജാമുൻസ് ഇടാം. എക്സസ് എണ്ണയുള്ളതൊന്ന് തട്ടിയ ശേഷം നമുക്ക് ഗ്ലൂക്കോം സിറപ്പിലേക്ക് ഇടുക. ഈ ഒരളവിൽ നമുക്കൊരു 20-21 ജാമുൻസ് ആണ് കിട്ടുക. അപ്പോൾ ജാമുൻസ് നമുക്ക് ചൂടായിട്ടും സെർവ് ചെയ്യാം, തണുപ്പും സെർവ് ചെയ്യാം. വാനില ഐസ്ക്രീമിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. എപ്പോഴും ഒരു അരമണിക്കൂറെങ്കിലും വെച്ചിട്ട് സെർവ് ചെയ്യാവൂ. ആ ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് അകത്ത് പിടിക്കണം.
നമ്മൾ ഇന്നുണ്ടാക്കിയിരിക്കുന്ന ഗുലാബ് ജാമുൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ടെക്സ്ചർ ഒന്ന് കാണിച്ചു തരാം. ഇത് ചെറിയ ചൂടുണ്ട് എപ്പോഴും ഇച്ചിരി ചില്ല് ചെയ്ത് കുറച്ചൊരു അരമണിക്കൂർ വെക്കണം. ഇച്ചിരി സ്മൂത്തായിട്ട് കട്ടാവും. ഷുഗർ സിറപ്പ് അകത്ത് വരെ ചെന്നിട്ടുണ്ട്, അതുപോലെ സോഫ്റ്റായിട്ട് കിട്ടി. അപ്പം എപ്പോഴും ചില സമയത്തൊക്കെ നമ്മൾ ജാമുൻസ് ഉണ്ടാക്കുമ്പോൾ അകത്തോട്ട് വേവാത്ത പോലെ ഇരിക്കും. ഈ രീതിയിൽ ചെയ്യുവാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ മിക്സിംഗ് ആണ്. നന്നായി പെർഫെക്റ്റായിട്ട് സ്മൂതൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് ഗുലാബ് ജാമുൻസ് വീട്ടിലുണ്ടാക്കാം. ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയ്ക്കായിട്ട് സ്റ്റേ ട്യൂൺ ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്.